പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്കിനാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ദീനി സദസ്സിലാണ് നമ്മളെല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് ഈ ഒരു ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ആരംഭിക്കുന്നത്. അള്ളാഹു നമ്മൾ റമളാനിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് വെള്ളം കുടിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? ഇൻഷാ അല്ലാഹ്. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ദഹബല്ലമഉ, എൻ്റെ ദാഹം ശമിച്ചു. വബതല്ലത്തിലുറൂഖു, എൻ്റെ നാഡി നരമ്പുകൾ നനഞ്ഞു. വെള്ളം കുടിക്കുന്ന സമയത്ത് ഇത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. എന്നാൽ അവസാനം പറഞ്ഞൊരു വിഷയമുണ്ട്. വസബത്തൽ അജ്റു, പ്രതിഫലം ഉറപ്പായി. എന്നിട്ട് പറയണ വാക്കെന്താ? ഇൻഷാ അല്ലാഹ്. അല്ലാഹ് ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്തു? പ്രതിഫലം ഉറപ്പായി. അല്ലാഹു ആ പ്രതിഫലം ഉറപ്പാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ പ്രത്യേകതയാണ്, അവര് റമളാനിന്റെ 6 മാസം മുമ്പ് റമളാന് ലഭിക്കാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കും. അല്ലാഹുവേ, റമളാനിന് മുമ്പ് മരിപ്പിക്കലേ, റമളാന് ലഭിക്കണേ എന്ന് റമളാന് ലഭിക്കാൻ വേണ്ടി 6 മാസങ്ങളോളം അവര് പ്രാർത്ഥിക്കും. റമളാന് ലഭിച്ചു കഴിഞ്ഞാലോ പിന്നെ അവരുടെ പ്രത്യേകത റമളാനിൽ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ബാക്കി 6 മാസം അള്ളാഹിനോട് പ്രാർത്ഥിക്കും. ഓക്കെ, 6 മാസം അള്ളാഹിനോട് റമളാൻ കിട്ടാൻ വേണ്ടിയിട്ട്, റമളാൻ കിട്ടിയാലോ പിന്നെ 6 മാസം ആ റമളാനിലെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി അവര് പ്രാർത്ഥിക്കുമെന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് റമളാനി നമ്മൾ ചെയ്തത് അൽഹംദുലില്ലാഹ് അള്ളാഹിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് 30 നോമ്പ് നമ്മളെടുത്ത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 1, 2 ഉംറ ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. ഒരു തവണ പൂർണ്ണമായിട്ടും ഖുർആൻ ഓതി തീർത്തിട്ടുണ്ടാകും. ധാരാളം ദിക്ർ ചൊല്ലി, രാത്രി നിസ്കരിച്ചു, തഹജ്ജുദ് നിസ്കരിച്ചു, ഖിയാമുൽ ലൈലും തറാവി ഒക്കെ നിസ്കരിച്ചു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിച്ചോ എന്ന് ദുനിയാവിൽ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ കഴിഞ്ഞ റമളാനിൽ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകം അറിയപ്പെട്ട പണ്ഡിതൻ, റിയാദിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ചോ എന്നറിയാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, റമളാനിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ ഒരാൾക്ക് അതിനുശേഷമുള്ള മാസങ്ങളിൽ തുടർന്ന് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അള്ളാഹു അവന്റെ സൽക്കർമ്മം സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പൊ റമളാനിൽ മാത്രമല്ല നോമ്പ്, റമളാനിന് ശേഷം നോമ്പുണ്ട്. പ്രത്യേകിച്ചും ശവ്വാൽ മാസത്തിൽ 6 ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ 1 വർഷം മുഴുവൻ നോമ്പ് നോറ്റവന്റെ കൂലിയാണ്. നമുക്ക് എത്ര പേർക്ക് ശവ്വാലിലെ നോമ്പ് നോക്കാൻ ഒന്നെങ്കിലും തുടർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്? അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിൽ മാത്രം ഓതേണ്ട വേദഗ്രന്ഥമല്ല ഖുർആൻ. ആ റമളാനിന് ശേഷമുള്ള ഈ ദിവസങ്ങൾ എടുത്തു നോക്കുക, നമ്മൾ എത്ര പേജ് ഓതിയിട്ടുണ്ട്? റമളാനിൽ മാത്രം ചെയ്യേണ്ടതല്ല രാത്രി നിസ്കാരം. അല്ലേ, തറാവി നിസ്കാരമാണ്, ഖിയാമുൽ ലൈലൊക്കെ ആണെങ്കിലും അത് റമളാനിൽ മാത്രമുള്ള ഒന്നല്ല. റമളാനിന് ശേഷം രാത്രി നിസ്കാരം 1 റക്അത്തെങ്കിലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫർള് കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം രാത്രി നിസ്കാരമാണ്. അപ്പൊ രാത്രി 1 റക്അത്തെങ്കിലും, കൂടുതലൊന്നുമില്ല, 1 റക്അത്തെങ്കിലും ഇശാ നിസ്കാരത്തിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് എന്നിട്ട് 1 റക്അത്തെങ്കിലും ചുരുങ്ങിയത് നമുക്ക് തുടർത്താൻ കഴിയുന്നുണ്ടോ എങ്കിൽ അതിനർത്ഥം അള്ളാഹു നമ്മൾ റമളാനിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, റമളാനിൽ കഴിഞ്ഞ സൽക്കർമ്മങ്ങളൊക്കെ ഒരു മൂലയിലിട്ട് പിന്നെ വേറെ പഴയ ജീവിതത്തിലേക്കാണെങ്കിലോ റമളാനിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാർ പറഞ്ഞ വളരെ പ്രാധാന്യമുള്ളൊരു വാക്കാണ് കുൻ അബ്ദൻ റബ്ബാനിയൻ വലാ തകുൻ അബ്ദൻ റമളാനിയൻ. നീ അള്ളാഹുവിന്റെ അടിമയാകണം, നീ ഒരിക്കലും റമളാനിന്റെ അടിമയാകരുത്. നമ്മുടെ റമളാനിനല്ല ഭയപ്പെടുന്നത്, നമ്മൾ ഭയപ്പെട്ടത് എന്തിനെയാണ്? അള്ളാഹിനെയാണ്. റമളാനിൽ നിരീക്ഷിച്ച റബ്ബ് നമ്മളെപ്പോഴും കാണുന്നുണ്ട്. റമളാനിൽ നമ്മൾ ഒരു കാര്യത്തെ നമ്മുടെ കണ്ണ് മാറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യത്തിൽ നിന്ന് നമ്മുടെ കേൾവി നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതേ റബ്ബ് തന്നെ നമ്മളെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
ഉലമാക്കൾ പറഞ്ഞൊരു വാക്കാണ് ബിഅ്സൽ ഖൗം, എത്ര മോശപ്പെട്ട ആളുകളാണ് അവർ. കാരണം ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫീ റമളാൻ, റമളാനിലല്ലാതെ അവർക്ക് അള്ളാഹനെ അറിയില്ല എന്നുള്ളതാണ്. അവർക്ക് ആകെ അള്ളാഹനെ അറിയുന്നത് എപ്പോഴാ? റമളാൻ വരുമ്പോ മാത്രം. അത് കഴിഞ്ഞാലോ പിന്നീട് അവരുടെ പഴയ ജീവിതത്തിലേക്കാണ്. അവരേറ്റവും മോശപ്പെട്ട ആളുകൾ എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റമളാനിന് ശേഷവും അള്ളാഹുവിനെ ഭയപ്പെടുക, ആ റമളാനിൽ ഉണ്ടാക്കിയ ഈമാനിക ചൈതന്യം, റമളാനിൽ ഉണ്ടാക്കിയ ഈമാൻ, ആ തഖ്വ, അത് തുടർത്തി ചെയ്യാൻ റഹ്മാനായ റബ്ബ് നമുക്ക് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ 12ാമത്തെ ക്ലാസ് ആണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ചെറിയ ഒരു ആമുഖം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് കടക്കാം. നമ്മളൊക്കെ പഠിക്കണത് എന്താണ്? അള്ളാന്റെ ദീനാണ്. ദീനി പഠനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. അറിവിന്റെ മേഖലകളിൽ നമ്മൾ ത്യാഗം, മുൻഗാമികളായ ആളുകൾ സഹിച്ച ത്യാഗം മനസ്സിലാക്കുമ്പോൾ നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശൈബാനി റഹ്മഹുല്ലാ, ഈ പണ്ഡിതനെ കാണാൻ വേണ്ടി ഇറാഖിൽ അദ്ദേഹം ബഗ്ദാദിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഉന്ദുലുസിൽ നിന്ന്, അഥവാ ഉന്ദുലുസ് എന്നാണ് ഇന്നത്തെ സ്പെയിനിൽ നിന്നും ഒരാൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ബഖീ ബിൻ മഖ്ലദ് എന്നാണ്. ഈ ബഖീ ബിൻ മഖ്ലദ് എന്ന് പറയുന്ന വ്യക്തി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ളയെ കാണാൻ വേണ്ടി എവിടുന്ന വരുന്നത്? സ്പെയിനിൽ നിന്ന്. എവിടേക്കാ വരുന്നത്? ബഗ്ദാദിലേക്കാണ്. അന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ളന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വിലക്കാണ്. വിലക്കെന്ന് പറഞ്ഞാൽ ഖൽഖുൽ ഖുർആന്റെ വിഷയം നടക്കുന്ന സമയമാണ്. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് ആ നാട്ടിലെ ഭരണാധികാരികളൊക്കെ വാദിച്ചപ്പോ അഹ്ലു സുന്നയുടെ വാക്ക് പറയാൻ, അല്ലെങ്കിൽ അഹ്ലു സുന്നയുടെ വാദം പറയാൻ അന്ന് ജീവിച്ചിരുന്ന ഏക പണ്ഡിതൻ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ളയാണ്. ഖുർആൻ അള്ളാന്റെ സൃഷ്ടിയല്ല, ഖുർആൻ അള്ളാന്റെ കലാമാണ് എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ മാസങ്ങളോളം അദ്ദേഹം ജയിലിൽ കടന്നു. ഇരുമ്പിന്റെ ചെമ്മട്ടി കൊണ്ട് വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും റമളാനിന്റെ പകലിൽ രാജാവിന്റെ ഭടന്മാര് വന്ന് മാറി മാറി അടിച്ചു. ആ അടിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ വലത് കൈ തളർന്നുപോയി. പിന്നീട് വലത് കൈ പൊക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ രൂപത്തിൽ അവർ മൃഗീയമായി കൊണ്ട് ദ്രോഹിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു സമയത്താണ് ബഖീ ബിൻ മഖ്ലദ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ഉന്ദുലുസിൽ നിന്നും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ളന്റെ അരികിലേക്ക് ദീന് പഠിക്കാൻ വരികയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ളന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഹദീസ് പഠിപ്പിച്ചു തരണം. ഹദീസ് വിഷയത്തിൽ അഗ്രഗണ്യനായ പണ്ഡിതനാണ് അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ള. അപ്പോ ഇമാം അഹ്മദ് റഹ്മഹുള്ള പറയാണ്, എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ കഴിയില്ല, കാരണം എനിക്കിപ്പോ എന്താണ്? വിലക്കാണ്. അപ്പൊ ഈ വിദ്യാർത്ഥി എന്ത് ചെയ്യണില്ല? സമ്മതിക്കണില്ല. ഉസ്താദേ, ഞാൻ ആഫ്രിക്കക്കപ്പുറം ഉന്ദുലുസ് എന്നാ വരുന്നത്, ഒരുപാട് യാത്ര ചെയ്ത, മാസങ്ങളോളം യാത്ര ചെയ്ത് നിങ്ങളുടെ അരികെ വന്ന് പഠിക്കുക എന്നുള്ള ഉദ്ദേശം വെച്ച് മാത്രമാണ് ഞാൻ വരുന്നത്, അതുകൊണ്ട് എന്നെ പറഞ്ഞയക്കരുത്. അപ്പൊ എന്തു പറഞ്ഞിട്ടും വിദ്യാർത്ഥി പോകാത്തത് കൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ള പറയാണ്, എങ്കിൽ നീ എല്ലാ ദിവസവും ഒരു ഭിക്ഷക്കാരന്റെ രൂപത്തിൽ എൻ്റെ അരികിലേക്ക് വരണം. പിച്ചെടുക്കുന്ന ആളില്ലേ, ആ രൂപത്തിൽ എൻ്റെ അരികിലേക്ക് വരിക. എന്നിട്ട് എൻ്റെ വാതിൽ മുട്ടിയാൽ ഞാൻ വാതിൽ തുറന്നു തരും, ഒരു പഴയ ഒരു റൊട്ടി കഷ്ണം നിന്റെ കയ്യിൽ വെച്ച് തരും, 1 or 2 ഹദീസ് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരും. അതിന് സമ്മതാണോ? ഈ വിദ്യാർത്ഥി പറയാണ്, ബഖീ ബിൻ മഖ്ലദ് എന്ന് പറയുന്ന വിദ്യാർത്ഥി പറയാണ്, സമ്മതാണ്. കാലങ്ങളോളം ഒരു ഭിക്ഷക്കാരന്റെ രൂപത്തിൽ അദ്ദേഹം ബഗ്ദാദിൽ ജീവിച്ചു. എന്തിനാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പഠിക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. അവരൊക്കെ അറിവിന്റെ മേഖലയിൽ സഹിച്ച ത്യാഗത്രേ. നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടോ? അള്ളാഹു നമ്മുടെ നന്മകൾ സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം അഹ്മദ് എന്ന് പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥമാണ് മുസ്നദ് അഹ്മദ്. ഈ ഗ്രന്ഥം രചിക്കാൻ വേണ്ടി 50,000 കിലോമീറ്റർ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. 50,000 കിലോമീറ്റർ അദ്ദേഹം യാത്ര ചെയ്യുക. ഇന്നത്തെ പോലെ കാറില്ല, ബസ്സില്ല, ട്രെയിനില്ല, ബൈക്കില്ല. ഒന്നല്ലെങ്കിൽ ഒട്ടകത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ കോവർ കഴുതയുടെ പുറത്ത്, അല്ലെങ്കിൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ കാൽനടയായിക്കൊണ്ട് 50,000 കിലോമീറ്റർ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥം പൂർത്തീകരിക്കാൻ വേണ്ടി യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവരൊക്കെ സഹിച്ച ദീനി രംഗത്തിന്റെ അറിവിന്റെ മേഖലയിൽ സഹിച്ച ത്യാഗം എത്ര, നമ്മളത് പഠിക്കണം. ഞാൻ ഈ ക്ലാസിന്റെ ആമുഖം പറയണത് എന്തിനാണെന്നറിയോ? അവർക്കൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് അവര് നേടിയ അറിവാണ് ഒരു പ്രയാസം കൂടാതെ നമുക്ക് കിട്ടണം. അതിന് വില ഉണ്ട്. ആ വില നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇമാം അഹ്മദ് റഹ്മഹുള്ളന്റെ ഉസ്താദാണ് ഇമാം ഷാഫി റഹ്മഹുള്ള. ഈ 4 ഇമാമുകളാണ്. ആരൊക്കെയാണ്? ആദ്യത്തെ കാലം വെച്ച് നോക്കുമ്പോൾ ആദ്യം ജനിച്ചതാരാ?
ഇമാം അബു ഹനീഫ, ബാറക്കല്ലാ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇത് ഇവരുടെ സ്ഥാനം കൊണ്ടല്ല കേട്ടോ. ആദ്യം ജനിച്ചതാരാ? ഇമാം അബു ഹനീഫയാണ്. അബു ഹനീഫ റഹ്മുള്ളാന്റെ ശിഷ്യനാണ് ഇമാം മാലിക്. ഇമാം മാലിക് റഹ്മുള്ളാന്റെ ശിഷ്യനാണ് ഇമാം ഷാഫി. ഇമാം ഷാഫിന്റെ ശിഷ്യനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ശിഷ്യനാണ് ഇമാം ഷാഫി. അഥവാ ഇമാം ഷാഫി റഹ്മുള്ളയും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മുള്ളയും ഇവർ പരസ്പരം ഉസ്താദുമാണ് ശിഷ്യനുമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിൽ നിന്ന് ഇമാം ഷാഫി റഹ്മുള്ള ഹദീസ് പഠിച്ചു. ഇമാം ഷാഫിയിൽ നിന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മുള്ള ഫിഖ് പഠിച്ചു. ഫിഖിന്റെ വിഷയത്തിൽ, കർമ്മശാസ്ത്ര വിഷയത്തിൽ അഗ്രഗണ്യനായ പണ്ഡിതനാണ് ഇമാം ഷാഫി റഹ്മുള്ള. ഹദീസിന്റെ വിഷയത്തിൽ അഗ്രഗണ്യനായ പണ്ഡിതനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അപ്പൊ ഇമാം അഹ്മദിന്റെ വീട്ടിലേക്ക് ഒരിക്കൽ ഇമാം ഷാഫി റഹ്മുള്ള വന്നു, വിരുന്ന് വരികയാണ്. സ്വാഭാവികമാണ്, ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഉസ്താദ് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ പരിഗണിക്കുക, അതേപോലെ ഇമാം ഷാഫി റഹ്മുള്ള വരുന്നതിന് മുമ്പ് തന്നെ ആളുകളോടൊക്കെ പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് എന്റെ ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ട ഉസ്താദ്, ലോകം അറിയപ്പെട്ട പണ്ഡിതൻ ഇമാം ഷാഫി റഹ്മുള്ള വരുന്നുണ്ട്, അദ്ദേഹത്തെ പരിഗണിക്കണം, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം വീട്ടിൽ വന്ന് ഒരു ദിവസം താമസിച്ചു. പിറ്റേ ദിവസം വീട്ടിലെ കുടുംബക്കാരായ ആളുകൾക്ക് 3 പരാതി. ഇമാം ഷാഫി റഹ്മുള്ളയെ കുറിച്ച് 3 പരാതിയുണ്ട്. എന്തൊക്കെ 3 പരാതി എന്നറിയോ? ഒന്നാമത്തെ പരാതി, അദ്ദേഹം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താണ്? 1/3 ഭക്ഷണം കഴിക്കുക, 1/3 വെള്ളം കുടിക്കുക, ബാക്കി ഒരു ഭാഗം വെറുതെ വിടുക. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? വയറ് നിറച്ച് കഴിച്ചു. അപ്പൊ റസൂലുള്ളാഹിന്റെ സുന്നത്തിന് എതിരാണ്. അതാണ് ഒന്നാമത്തെ പരാതി. രണ്ടാമത്തെ പരാതി, അദ്ദേഹം രാത്രി തഹജ്ജുദ് നിസ്കരിച്ചില്ല എന്നുള്ളതാണ്. രാത്രി മൊബൈൽ നോക്കിയെന്നല്ല, രാത്രി എന്താണ്? തഹജ്ജുദ് നിസ്കരിച്ചില്ല. മൂന്നാമത്തെ പരാതി, അദ്ദേഹം ഫജ്ർ നിസ്കരിക്കുമ്പോൾ, സുബൈ നിസ്കരിക്കുമ്പോൾ ഉളൂ ചെയ്തില്ല. ഉളൂ ചെയ്യാതെയാണ് അദ്ദേഹം ഫജ്ർ നിസ്കരിച്ചത്. ഇപ്പൊ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മുള്ള ഇമാം ഷാഫിനോട് പോയിട്ട് പറഞ്ഞു, ഉസ്താദേ, പിന്നെ ആളുകൾക്ക് ഇന്ന പരാതിയൊക്കെ ഉണ്ട്, ഉസ്താദിനെ കുറിച്ചിട്ട് 3 പരാതിയുണ്ട്. അപ്പൊ എന്താണ് ആ വിഷയത്തിൽ ഉസ്താദിന് പറയാനുള്ളത്? ഇമാം ഷാഫി റഹ്മുള്ള പറയാണ്, ഞാൻ വയറ് നിറച്ച് കഴിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പരാതി. ബഗ്ദാദിൽ പിന്നെ ഏറ്റവും ഹലാലായ ഭക്ഷണം ലഭിക്കുന്നത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മുള്ളന്റെ വീട്ടിലാണ്. വേറൊരാളുടെ വീട്ടിലും ഇത്രക്ക് ഹലാലായ ഭക്ഷണം കിട്ടുന്ന എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് എനിക്ക് ഉറപ്പുള്ള വീട്ടിലാണ് ഞാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? വയറ് നിറച്ച് കഴിച്ചത്. അതല്ലാതെ മനഃപൂർവ്വമല്ല. കാരണം വേറെ ഏത് വീട്ടിൽ പോകുകയാണെങ്കിൽ ഇത്രത്തോളം ഉറപ്പോടുകൂടി എനിക്ക് കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? വയറ് നിറച്ച് കഴിച്ചത്. രണ്ടാമത് അവർ പറഞ്ഞത് എന്താണ്? ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചില്ല. ഞാൻ രാത്രി ഒരു മസ്അല പഠിക്കായിരുന്നു, ഒരു വിഷയം പഠിക്കാൻ വേണ്ടി ഞാൻ മാറിയിരുന്നു. അതുകൊണ്ട് ആ പഠനത്തിന് വേണ്ടി മാറിയിരുന്നപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കായിരുന്നു. രാത്രി നിസ്കാരത്തെക്കാൾ പ്രാധാന്യമുണ്ട് ഒരാൾ അറിവ് നേടുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? പിന്നെ തഹജ്ജുദ് നിസ്കരിക്കാത്തത്. മൂന്നാമത്തെ പരാതി എന്താ? സുബഹിക്ക് വുളു ചെയ്തില്ല. ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല. ആ ഉറങ്ങാതെയാണ് ഞാൻ ഈ വിഷയം പഠിച്ചത്. അപ്പൊ രാത്രി ഇശാ നിസ്കരിക്കുമ്പോൾ എടുത്ത വുളു ഇല്ലേ, അത് മുറിഞ്ഞിട്ടില്ല. ഞാൻ ഉറങ്ങിയാലല്ലേ എന്റെ വുളു മുറിയ, അത് മുറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഫജ്ർ നിസ്കരിച്ചത് എന്ന് ഇമാം ഷാഫി റഹ്മുള്ള പറയുമ്പോൾ അവരൊക്കെ നമ്മുടെ വിഷയം എന്താ? ഒരു രാത്രി മുഴുവനും ഒരു മസ്അല, ഒരു വിഷയം പഠിക്കാൻ വേണ്ടി അദ്ദേഹം മാറിയിരുന്നു എന്നാ. അതുകൊണ്ടാണ് അദ്ദേഹം ഇമാം ഷാഫി ആയത്. ഇമാം ബുഖാരി റഹ്മുള്ളന്റെ വറാഖ് എഴുത്തുകാരൻ പറയാറുണ്ട്, രാത്രി യാത്ര ചെയ്യുമ്പോൾ 18, 19, 20 തവണ അദ്ദേഹം വിളക്ക് കത്തിക്കും, പിന്നെ വിളക്കണക്കും. അത് വന്നത്തെ പോലെ ടോർച്ചോ ലൈറ്റോ ഒന്നുമില്ല. അവർ യാത്ര പോകുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യം വന്നവർക്ക് പിന്നെ വെളിച്ചമാണെന്നുണ്ടെങ്കിൽ വിളക്ക് കത്തിക്കണം, പിന്നെ ആ വിളക്ക് അണക്കണം. അപ്പൊ ഇമാം ബുഖാരി റഹ്മുള്ള 18, 19, 20 തവണ വിളക്ക് കത്തിക്കും. എന്തിനാണ്? അദ്ദേഹം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വിഷയം, ഒരു മസ്അല ഓർമ്മ വരുമ്പോൾ അദ്ദേഹം വിളക്ക് കത്തിക്കും, എന്നിട്ട് അത് എഴുതി വെക്കും. പിന്നെ വിളക്ക് അണച്ച് അദ്ദേഹം കടന്നുറങ്ങും. പിന്നെ ഉറങ്ങുന്ന സമയത്ത് വീണ്ടും ഓർമ്മ വരും, അപ്പോഴും വിളക്ക് കത്തിച്ചിട്ട് വീണ്ടും എഴുതി വെക്കും. അങ്ങനെ എത്ര 18, 19, 20 തവണ അദ്ദേഹം രാത്രി വിളക്ക് കത്തിക്കും, വിളക്കണക്കും. ആ രൂപത്തിൽ ഇമാം ബുഖാരി റഹ്മുള്ള എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, അവരൊക്കെ പിന്നെ ഏത് രൂപത്തിലാണ്. ഇമാം ബുഖാരി റഹ്മുള്ളന്റെ സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഗ്രന്ഥം ഏകദേശം 5000-ൽ പരം ഹദീസുകളുണ്ട്. ആ ഹദീസ് ഗ്രന്ഥം വെറും 3 ദിവസം കൊണ്ട് ഒരു പണ്ഡിതൻ വായിച്ചു തീർത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പിന്നെ ആ ഗ്രന്ഥം പഠിച്ച ആളാണ്. ഏകദേശം ഞങ്ങൾക്ക് 1.5-2 വർഷം എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് പഠിച്ചു തീർക്കാൻ. വെറും 3 ദിവസം കൊണ്ട് അത് മുഴുവനും വായിച്ചു തീർത്ത പണ്ഡിതനുണ്ട്. ഖതീബുൽ ബഗ്ദാദി എന്നാണ് ആ പണ്ഡിതന്റെ പേര്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വെറും 3 ദിവസം.
ഞങ്ങൾ 1 വർഷം 1.5 വർഷം കൊണ്ട് പഠിച്ചത് ഒരു 3 ദിവസം കൊണ്ട് അവർ വായിച്ചു തീർത്തു. അത്രത്തോളം അഗ്രഗണ്യന്മാരായ പണ്ഡിതന്മാർ ജീവിച്ച മുൻഗാമികളുടെ പിൻഗാമികളാണ് നമ്മൾ. ഇബ്നു ദക്കാൻ എന്ന് പറയുന്നൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. ആ പണ്ഡിതന്റെ പ്രത്യേകത, രാത്രി അദ്ദേഹം സുദീർഘമായിക്കൊണ്ട് കിതാബ് വായിക്കും. അപ്പൊ ഉമ്മ വിലക്കിയിട്ടുണ്ട്, അത് വായിക്കരുത്, രാത്രി ഉറങ്ങണം, ഉറക്കം ഒഴിവാക്കിയിട്ട് വായിക്കരുത് എന്ന് ഉമ്മ നിർദ്ദേശം നൽകി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്, വീട്ടിലൊരു ചെമ്പ് കൊണ്ടുപോകും. അപ്പൊ ഉമ്മ വരുന്ന സമയത്ത് വിളക്കിന്റെ മേലെന്ത് ചെയ്യും, ആ ചെമ്പ് അങ്ങോട്ട് മൂടും. അപ്പൊ ഉമ്മ എന്ത് ചെയ്യണില്ല, വിളക്ക് കാണുന്നില്ല. ഉമ്മ പോയി കഴിഞ്ഞാലോ ആ ചെമ്പ് മാറ്റിയിട്ട് വിളക്കിന്റെ അടുത്ത് പോയിട്ട് ഇരുന്ന് പിന്നെ കിതാബ് വായിക്കും. അപ്പൊ ആ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ അറിവ് നേടി. നോക്കി, നമ്മളൊക്കെ അറിവ് നേടാനാണ് വന്നത്. ഈ അറിവ് നേടുന്ന ആളുകൾക്ക് ഒരു 6 ക്വാളിറ്റി കൂടിയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ആയത്തിലേക്ക് കടക്കാം. അറിവ് നേടുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ട 6 ഗുണങ്ങൾ, 6 ക്വാളിറ്റികൾ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയാണ്, അറിവ് നേടുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ടത് ദകാഉം വഇർസുൻ വഇജ്തിഹാദും വബുൽഗത്തുൻ. ഒരു കവിതയാണ് അദ്ദേഹത്തിന്റെ. വസുഹ്ബത്തു ഉസ്താദിൻ വതൂലു സമാനി. അങ്ങനെ 6 കാര്യങ്ങൾ. എന്താണ്? ഒന്ന് പറഞ്ഞത് സകാഉൻ. സകാഉൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉണ്ടാകണം. അറിവ് നേടുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം, ഒന്നാമത്തെ ക്വാളിറ്റി എന്താണ്? ബുദ്ധി ഉണ്ടാകണം എന്നുള്ളതാണ്. ഈ ഉമ്മത്തിലെ അറിവിന്റെ കടൽ എന്ന് വിശേഷിപ്പിച്ച സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ അറിവ് കിട്ടിയത്? അറിവിന്റെ കടൽ എന്ന് പറയുമ്പോൾ ആലോചിക്കാൻ അറിവിന്റെ വിശാലത എത്ര. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ഈ അറിവ് ലഭിച്ചത് എന്ന് ചോദിച്ചപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്റക്തുൽ ഇൽമ, ഞാൻ അറിവ് നേടിയത് ബിലിസാനിൻ സഹൂലിൻ, ചോദിക്കുന്നൊരു നാമം. സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ചോദിക്കും. അതിനർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിഷേധിച്ചൊരു കാര്യമുണ്ട്, കസറത്തു സുആൽ, അനാവശ്യ ചോദ്യങ്ങൾ. അതല്ല, ആവശ്യമുള്ള ചോദ്യങ്ങൾ എനിക്ക് സംശയം ഉണ്ടെങ്കിൽ അത് അറിയുന്ന ആളുകളോട് ഞാൻ ചോദിക്കും. അതാണ് ഒന്നാമത്തെ ക്വാളിറ്റി. വഖൽബിൻ അഖൂലുൻ, അതേപോലെ തന്നെ ചിന്തിക്കുന്ന ഒരു ഹൃദയം. അള്ളാഹുവിന്റെ കാര്യങ്ങളെപ്പറ്റി, ആയത്തുകളെ പറ്റി, ഹദീസുകളെ പറ്റി ചിന്തിക്കുന്ന ഒരു ഹൃദയം എനിക്കുണ്ട്. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് അറിവ് നേടാൻ കഴിഞ്ഞത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. ഒന്ന് ആലോചിച്ച് നോക്കാണ്. അപ്പൊ ഒന്നാമത് ഉണ്ടാകേണ്ടത് എന്താണ്? പറയും. ഒന്നാമത് ഉണ്ടാകേണ്ടത് ബുദ്ധി ഉണ്ടാകണം. ഞാൻ ഇവിടെ നിന്ന് എഴുതാം. രണ്ടാമത്തത് എന്താണ്? ഹിർസുൻ. എന്താ ഹിർസുൻ എന്ന് പറഞ്ഞാലേ? ഹിർസുൻ ഹിർസുൻ, താല്പര്യം. അറിവ് പഠിക്കാൻ എന്ത് ചെയ്യണം? ഒരു താല്പര്യമാണ്. അപ്പൊ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം അറിയില്ലേ? അല്ലെ? സൂറത്ത് കഹ്ഫിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. യതീമിന്റെ ആ മതില് കെട്ടിക്കൊടുത്തത്, കപ്പല് പൊളിച്ചത് സംഭവമൊക്കെ അറിയില്ലേ? ഇത് മൂസ നബി ഹിളർ നബിന്റെ അരികിലേക്ക് പോകാനൊരു കാരണമുണ്ട്, വെറുതെ പോയതല്ല. അഥവാ ഒരിക്കൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേൽ ജനതക്ക് പ്രസംഗിക്കാൻ ഒരു കാര്യത്തിൽ വിഷയം പറഞ്ഞു കൊടുക്കുമ്പോ കൂട്ടത്തിൽ ഒരാൾ ചോദിക്കാണ്, അയ്യു നാസി അഅലമു. മൂസ നബിനോട് ചോദിക്കാണ്, ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും അറിവുള്ള വ്യക്തി ആരാണ്? അപ്പോ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ശരിക്കും പറയേണ്ടത് എന്താ? അല്ലാഹു ആലം, എനിക്ക് അറിയില്ല എന്നുള്ളതാ. പക്ഷെ മൂസ നബി ആ സമയത്ത് എന്ത് പറഞ്ഞു? ഒരു സൂക്ഷ്മതക്ക് വേണ്ടി അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ മൂസ നബി എന്ത് പറഞ്ഞു? ആരാണ്? അത് കിബിറിന്റെ വർത്താനല്ല. കാരണം അന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്ത് പ്രവാചകൻ മൂസ നബിയാണ്. മൂസ നബിന്റെ ധാരണ. അപ്പൊ ഞാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല തിരുത്തി കൊടുക്കാണ്, അല്ല, അബ്ദും മിനൽ ഇബാദി, എന്റെ അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ട വേറെ ചില അടിമകളുണ്ട്. അവര് മജ്മഉൽ ബഹ്റൈൻ ആ ഭാഗത്തുണ്ട്. അവര് ഹുവ അഅലമു മിൻക, നിന്നേക്കാൾ അറിവുണ്ട് മൂസ, നിന്നേക്കാൾ അറിവുണ്ട്. ഇത് പറഞ്ഞപ്പോ അന്ന് അങ്ങനെയാണ്, എന്നാ ഞാൻ ഇനി ഒന്നിനും ഇല്ലാണ്ട് മാറിക്കല്ലോ പറഞ്ഞ. അവിടേക്ക് എത്താൻ ഞാൻ എന്താ ചെയ്യേണ്ടത് റബ്ബേ? അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല നിർദ്ദേശപ്രകാരം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട്ടിൽ നിന്ന് മജ്മഉൽ ബഹ്റൈനിന്റെ ഭാഗത്തേക്ക് പോയി, ഹിളർ നബിന്റെ അരികിലേക്ക്. അപ്പൊ നോക്കി, അവിടെ എന്താണ്? അവിടെ എന്ത് കാണാം? താല്പര്യം കാണാം. ഒരു പണ്ഡിതന്റെ ഒരു കവിത ഉണ്ട്, ലൗകാന ഹാദൽ ഇൽമു യഹ്സുലു ബിൽ മുനാ മകാന യബ്കാ ഫിൽ ബരിയത്തി ജാഹിലു. ലോകത്ത് താല്പര്യം കൊണ്ട് ഒരാൾക്ക് അറിവ് ലഭിക്കുമായിരുന്നെങ്കിൽ ഒരൊറ്റ ജാഹില് പോലും ലോകത്തുണ്ടാകൂല. ജാഹില് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവില്ലാത്ത വ്യക്തി. നോക്കി, എല്ലാവർക്കും ആഗ്രഹം എന്താ? അറിവ് നേടണം, ദീനി വിഷയങ്ങൾ അറിവുണ്ടാകണം, ഭൗതിക വിഷയങ്ങൾ അറിവുണ്ടാകണം എന്നാ. ആഗ്രഹം കൊണ്ട് മാത്രം ഒരാൾക്ക് എന്തുണ്ടാകൂല? അറിവുണ്ടാകൂല. അതിന് കഷ്ടപ്പെട്ടാലേ അറിവ് ലഭിക്കുള്ളൂ. അപ്പൊ ഒന്നെന്താ വേണം? ബുദ്ധി വേണം. 2
ഹിർസ് വേണം. പിന്നെ ഇജ്തിഹാദ്. എന്താ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാല്? ഇജ്തിഹാദ് പരിശ്രമിക്കണം. പരിശ്രമിച്ചാലേ എന്ത് കിട്ടുള്ളൂ? പരിശ്രമിച്ചാലേ അറിവ് ലഭിക്കുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ല 5 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. എത്ര? 5 ഹജ്ജ്. അതിൽ 3 ഹജ്ജും അദ്ദേഹം ചെയ്യണം എന്തിനാണെന്നറിയോ? ഈ ഹജ്ജിന്റെ സമയത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാ പണ്ഡിതന്മാരും സമ്മേളിക്കുന്ന ഒരു ഭൂമിയാണ് കാബ. അപ്പൊ അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പണ്ഡിതന്മാര് വരുമ്പോ ആ പണ്ഡിതന്മാരെ കാണാനും കൂടിയാണ് ആര് പോയത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ല 5 ഹജ്ജ് ചെയ്യണത്. അപ്പൊ നോക്കിയും അവിടെ എന്തുണ്ട്? ഇജ്തിഹാദ്, ഒരു പരിശ്രമമുണ്ട്. പിന്നെ പറയണ ബുൽഗത്തുൻ. മൂന്നാമത്തത് ബുൽഗത്തുൻ. ബുൽഗത്ത് എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തത. ഇപ്പൊ നമ്മൾ ദീന് പഠിക്കാനൊക്കെ പോവുക, എന്നിട്ട് കയ്യിൽ ചെലവിനൊന്നുമില്ല, മറ്റുള്ള ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടേണ്ട അവസ്ഥ അതുണ്ടാകാൻ പാടില്ല. അപ്പൊ നോക്കി ദകാഉൻ, ബുദ്ധി വേണം. ഇതെന്നറിയോ, നിങ്ങൾ ഇനി അടുത്ത ക്ലാസ്സിന് വരുന്ന സമയത്ത് ഈ 6 കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ വേണം. ഇതുണ്ടെങ്കിലേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. ദകാഉൻ, പറയും, ബുദ്ധി, ഹിർസുൻ താല്പര്യം, ഇജ്തിഹാദുൻ പരിശ്രമം, ബുൽഗത്തുൻ സ്വയം പര്യാപ്തത. പിന്നെ പറഞ്ഞത് എന്താണ്? പിന്നെ പറയാണ് സുഹ്ബത്തു ഉസ്താദിൻ. സുഹ്ബത്തു ഉസ്താദിൻ. ഒരു ഉസ്താദിന്റെ കൂടെ കൂടണം. ഒരു ഉസ്താദിന്റെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? പല വിഷയങ്ങളിലും നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകുക. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല 16 വർഷം എടുത്തു ഇബ്നു തൈമിന്റെ കൂടെ പഠിക്കാൻ. ഇബ്നു തൈമിന്റെ കൂടെ എത്ര വർഷം പഠിച്ചു? 16 വർഷം. നമുക്ക് 1 കൊല്ലം 2 കൊല്ലം ആകുമ്പോഴേക്കും എനിക്കിപ്പോ ഉസ്താദിനേക്കാൾ അറിവുണ്ട് എന്നുള്ള ധാരണയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയുന്ന പണ്ഡിതനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അബൂ ഹനീഫ, 1ാമത്തെ ഇമാം. ഈ ഇമാമിന്റെ ചരിത്രം എന്താണെന്നറിയോ? അദ്ദേഹം ദീന് പഠിക്കാൻ പോണത് എപ്പോഴാണെന്നറിയോ? നിങ്ങൾ ബാക്കിയുള്ള പണ്ഡിതന്മാരൊക്കെ ചരിത്രം വായിക്കുമ്പോൾ 7ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കി, 10ാമത്തെ വയസ്സിൽ ഹദീസ് പഠിച്ചു എന്നൊക്കെ അല്ലേ. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പഠിക്കാൻ പോണ പ്രായത്തറിയോ? 22ാമത്തെ വയസ്സിൽ. അഥവാ 22ാമത്തെ വയസ്സ് വരെ അദ്ദേഹം ചെയ്തത് എന്താ? കച്ചവടമാണ്. നല്ല രൂപത്തിൽ കച്ചവടം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. അപ്പൊ എല്ലാ ദിവസവും അദ്ദേഹം രാവിലെ പള്ളിന്റെ മുമ്പ് കൂടെ ഇങ്ങനെ പോവുക, വൈകുന്നേരം തിരിച്ചു വരിക. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി കണ്ടു. അപ്പൊ അബൂ ഹനീഫ് റഹ്മത്തുള്ളാഹിയോട് ചോദിക്കണം, നിങ്ങൾ എവിടേക്കാ ആരരികെ കൂട്ട ദീന് പഠിക്കണത്? രാവിലെ പോണു, വൈകുന്നേരം വരുന്നു. അപ്പൊ അബൂ ഹനീഫ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഞാൻ അങ്ങനെ ദീന് പഠിക്കണമെന്നല്ല, വാപ്പാക്കും വലിയപ്പാക്കും കച്ചവടം ഉണ്ട്, അങ്ങാടി പോയിട്ട് കച്ചവടം ചെയ്യാനാണ്. എന്നാൽ കുറച്ച് നിങ്ങൾക്ക് ദീന് പഠിച്ചൂടെ വെച്ചു. ആ വാക്ക് ഇമാം അബൂ ഹനീഫ് റഹ്മത്തുള്ളാഹിന്റെ മനസ്സിൽ വല്ലാതെ സ്വാധീനം ചെലുത്തി. അങ്ങനെ ഹമ്മാദ് ബിൻ അബി സലമ എന്ന് പറയുന്ന പണ്ഡിതന്റെ അരികിൽ പോയിട്ട് അദ്ദേഹം ദീന് പഠിക്കാണ്. എത്ര കൊല്ലം എന്നറിയോ? 18 കൊല്ലം. 18 കൊല്ലം. അതിൽ കുറച്ചു കാലം ഇങ്ങനെ പഠിച്ചപ്പോ പിന്നെ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിന്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്, ഇനിയിപ്പോ ഞാൻ ഉസ്താദിന്റെ കീഴിൽ നിന്നൊക്കെ പഠിക്കണം, അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ വായിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ കഴിവ് എനിക്കുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഞാൻ സ്വന്തമായിട്ട് ഒരു ദർസൊക്കെ തുടങ്ങിക്കൂടെ എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഹമ്മാദ് ബിൻ അബി സലമ എന്ന് പറയുന്ന അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിന്റെ ഉസ്താദ് ഈജിപ്തിലേക്ക് പോയി. അപ്പൊ ഈജിപ്തിലേക്ക് പോയപ്പോ അന്ന് അവിടെ ഉള്ള ദർസൊക്കെ നോക്കാൻ വേണ്ടി ഒരാഴ്ചക്ക് ആരെ ഏൽപ്പിച്ചു? അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിനെ ഏൽപ്പിച്ചു. അപ്പൊ ഒരു സ്ത്രീ വന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹത്തിന് അത് ഉത്തരം അറിയില്ല. 2ാമത്തെ ചോദ്യം ചോദിച്ചു, അപ്പോഴും അറിയില്ല. 3ാമത്തെ ചോദിച്ചു, അതും അറിയില്ല. 4ാമത്തെ 5ാമത്തെ 6ാമത്തെയും ചോദിച്ചു, അപ്പോഴും ആർക്കും അറിയില്ല. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിക്ക് അറിയില്ല. അപ്പൊ എന്നിട്ട് ഈ സ്ത്രീ ചൂടാകാണ്, നിങ്ങളാണോ ഇവിടെ വലിയ ഉസ്താദായിട്ട് ഇരിക്കണത്, ഇറങ്ങിപ്പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങാണ്. അപ്പൊ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറയാണ്, എനിക്ക് പടച്ചോൻ തന്ന ഒരു തിരിച്ചറിവാണ്, ഒന്നും ആയിട്ടില്ല, ഇനി ഉസ്താദിന്റെ കൂടെ ഇരുന്ന് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് 18 കൊല്ലം ഒരു ഉസ്താദിന്റെ കീഴിൽ നിന്ന് ആര് പഠിക്കാണ്? ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി. അപ്പൊ അറിവ് നേടണമെങ്കിൽ 5ാമത്തെ വിഷയം എന്താ? വസുഹ്ബത്തു ഉസ്താദിൻ, ഒരു ഉസ്താദിന്റെ കീഴിൽ നിന്ന് പഠിക്കണം. പിന്നെ വതൂറു സമാനി, എന്താ തൂലുസമാൻ എന്നാണ്? 1-2 ദിവസം കൊണ്ട് കിട്ടണ ഒന്നല്ല എന്ത് അറിവ് എന്ന് പറഞ്ഞാല്. ഞാൻ അത്യാവശ്യം ഉസ്താദിന്റെ കീഴിൽ ഒരു കൊല്ലൊക്കെ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, അപ്പൊ എനിക്ക് അതൊക്കെ മതി എന്നുള്ളതല്ല. നമ്മൾ സുദീർഘമായിക്കൊണ്ട് പഠിച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ?
അറിവിൽ. ഇപ്പൊ നമുക്കൊക്കെ അറിയുന്ന സൗദിയിൽ അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല. അദ്ദേഹത്തിന്റെ ഉസ്താദാണ് ഇമാം സഅദി റഹ്മഹുല്ല. ഇമാം സഅദിന്റെ അരികിൽ ചെന്നിട്ട് ഖവാഇദുൽ ഫിഖിയ എന്ന് പറയുന്ന ഗ്രന്ഥം വായിച്ചു തരാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഇബ്നു ഉസൈമീനും കൂടെ കുറെ കൂട്ടുകാരൊക്കെ ഉണ്ട്, എല്ലാവർക്കും കൂടി ഈ ഗ്രന്ഥം വായിച്ചു കൊടുത്തു. ഈ വായിച്ചു കൊടുക്കുന്ന സമയത്ത് പിന്നെ ആദ്യം തുടക്കത്തിലൊക്കെ എന്തുണ്ട്, കുറെ ആളുകളുണ്ട്. പിന്നെ ഓരോ ദിവസം ഓരോ മാസം കഴിയുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്തു, ആ കുട്ടികൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു. അവസാനം ഈ ഗ്രന്ഥം പൂർത്തീകരിച്ചപ്പോ ഒരൊറ്റ ആള് മാത്രം, ആരാണ്, ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി മാത്രം. ബാക്കി എല്ലാ ആളുകളും എന്ത് ചെയ്തു, പാതി വഴിക്ക് കൊഴിഞ്ഞു പോയി. അപ്പൊ ഈ ഉസ്താദിന്റെ കീഴിൽ നിന്ന് ഒരു ഗ്രന്ഥം പൂർത്തീകരിച്ചില്ലേ, ആ സന്തോഷം കൊണ്ട് പിറ്റേ ദിവസം ഇമാം സഅദ് റഹ്മത്തുള്ളാഹി വീട്ടിൽ നിന്ന് വന്നപ്പോൾ പോക്കറ്റിൽ ഒരു ആപ്പിൾ കൊണ്ടുവന്നു. എന്നിട്ട് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹിക്ക് ആപ്പിൾ കൊടുത്തു. അപ്പോ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അന്നാണ് ആദ്യമായിട്ട് ആപ്പിൾ കാണുന്നത്. ഉസ്താദിനോട് ചോദിക്കണം, ഉസ്താദിനെ അത് വേവിച്ച് കഴിക്കണോ അതല്ലാതെ ഇപ്പൊ പിന്നെ പച്ച കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണ്ട. അപ്പൊ ഉസ്താദ് അതിന് തിരുത്തി കൊടുത്തു എന്നൊക്കെയാണ്. അപ്പൊ നോക്കും, ഒരുപാട് കൊല്ലം കഷ്ടപ്പെട്ടാൽ ലഭിക്കുന്ന ഒന്നാണെന്ത്, അറിവ് എന്ന് പറഞ്ഞാല്. അപ്പൊ നോക്കി, ഈ 6 കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകണം. ദകാഉൻ, ബുദ്ധി, ഹിർസുൻ, താല്പര്യം, ഇജ്തിഹാദുൻ, പരിശ്രമം, ബുൽഗത്തുൻ, സ്വയം പര്യാപ്തത, പിന്നെ സുഹ്ബത്ത് ഉസ്താദിൻ, ഒരു ഉസ്താദിന്റെ കീഴിൽ നിന്ന് പഠിക്കുക, വതൂൽ സമാൻ, സുദീർഘമായ ഒരു കാലം അതിനു വേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ഒരു വിഷയം നമ്മളെല്ലാ ആളുകളും ശ്രദ്ധിക്കും. ഇൻഷാ അല്ലാഹ് ഇനി പിന്നെ തഫ്സീർ എടുക്കും. പെട്ടെന്ന് ഒരൊറ്റ ആയത്ത് മാത്രം എടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച മുതൽ ബാക്കി എടുക്കാം. നോക്കി, ഒന്നാമത്തെ പിന്നെ ഏതാ സൂറത്ത് തന്നെ എടുക്കാനുള്ള, സൂറത്ത് ശുഅറ എന്നുള്ളത്. എന്താ അതിന്റെ അർത്ഥം? ഷിഅറുൻ എന്ന് പറഞ്ഞാല് കവി, ഷാഇർ എന്ന് പറഞ്ഞാല് അല്ല, ഷിഇർ എന്ന് പറഞ്ഞാല് കവിത, ഷാഇർ എന്ന് പറഞ്ഞാലോ കവി, ശുഅറാഉൻ അതിന്റെ ജംആണ്, കവികൾ എന്നുള്ളത്. ഓക്കെ, ശരി. ഈ സൂറത്ത് പിന്നെ 26-ാമത്തെ അധ്യായമാണ്. എത്രാമത്തെ? 26-ാമത്തെ അധ്യായമാണ് സൂറത്ത് ശുഅറ. ഓക്കെ, എന്താ ശുഅറ എന്ന് പറഞ്ഞാല്? സൂറത്ത് ശുഅറ, കവികൾ എന്നുള്ളതാണ്. ശരി, ഈ സൂറത്ത് മക്കിയാണോ മദനിയാണോ? മക്കിയായ സൂറത്താണ്. അപ്പൊ പിന്നെ എന്റെ ചോദ്യം, എന്താ മക്കി എന്ന് പറഞ്ഞാല്? മക്കയിൽ അവതരിച്ചത് മക്കിയെ, മദീനയിൽ അവതരിച്ചത് അല്ലേ? അതല്ലേ? അതല്ല. ഹിജറക്ക് മുമ്പ് അവതരിച്ച റസൂലുള്ളാഹിന്റെ ഹിജറല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹിജറിന്റെ മുമ്പ് അവതരിച്ച സൂറത്തുകൾക്കാണ് എന്ത് പറയാ? മക്കിയായ സൂറത്ത്. ഹിജറക്ക് ശേഷം അവതരിച്ച സൂറത്തുകളോ മദനിയായ സൂറത്ത്. ഈ സൂറത്തിന്റെ പ്രത്യേകത, ഈ സൂറത്ത് ഏതാണ്? മക്കിയായ സൂറത്താണ്. പക്ഷേ ഇതിൽ അവസാനത്തെ 4 ആയത്ത് ഹിജറക്ക് ശേഷം അവതരിച്ചതാണ്. മദീനയിൽ, അഥവാ മദീനയിൽ അവതരിച്ചെന്നുള്ളതല്ല, ഹിജറക്ക് ശേഷം. ഇപ്പൊ നോക്കി, ഉദാഹരണം പറഞ്ഞാല് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്ത് മാഇദയിലെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറയുന്ന സൂറത്ത് അല്ലെ, ആ ആയത്ത് അത് നബിക്ക് ഇറങ്ങണത് എവിടുന്നാണ്? മക്കീന്നാണ്. പക്ഷെ അത് മക്കിയാണോ മദനിയാണോ? സൂറത്ത് മദനിയാണ്. അപ്പൊ മക്കയിൽ അവതരിച്ചത് മക്കിയെ, മദീനയിൽ അവതരിച്ചത് മദനി എന്നുള്ളതല്ല. ഹിജറക്ക് മുമ്പ്, ക്ലിയർ അല്ലേ? നബിന്റെ ഹിജറക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകൾക്ക് എന്ത് പറയും? മക്കിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹിജറക്ക് ശേഷം അവതരിച്ച സൂറത്തുകൾക്കോ? ഈ സൂറത്തിന്റെ പ്രത്യേകത, ഈ സൂറത്ത് എന്താണ്? മക്കിയാണ്. പക്ഷെ അവസാനത്ത് 4 ആയത്ത് മദനിയാണ്. ഓക്കെ, ശരി. പിന്നെ എത്ര ആയത്തുണ്ട് ഇതില്? 227 ആയത്ത്. ഈ സൂറത്തിൽ എത്ര ആയത്തുണ്ട്? 227 ആയത്ത്. നോക്കി, എന്താണ് ഒന്നാമത്തെ ആയത്ത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് ഓതി? ത്വാസീം മീം. അവിടെ ത്വാസീം മീം എന്നാണ് ഓതേണ്ടത്? അല്ല, ത്വാസീം മീം. അവിടെ സീനിനും മീമിനാണ് എന്ത് ചെയ്യേണ്ടത്? നീട്ടം കൊടുക്കേണ്ടത്. ത്വാഇന് എന്ത് ചെയ്യണ്ട? നോക്കി, ഇവിടെ പിന്നെ എത്ര അക്ഷരമുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഖുർആനിൽ ഒരക്ഷരം പറഞ്ഞാൽ എത്ര കൂലിയാണ്? 10 കൂലി. അപ്പൊ ത്വാ എന്ന് പറഞ്ഞപ്പോഴേക്ക് നമുക്ക് എത്ര കിട്ടി? 10. സീ എന്ന് പറഞ്ഞപ്പോ എത്രയും? 10. മീ എന്ന് പറഞ്ഞപ്പോ, അപ്പോ ത്വാ സ്വീ മീം എന്ന് പറഞ്ഞപ്പോ എത്ര കിട്ടി? 30 കൂലി. ആ 30 കൂലി എന്തായാലും കിട്ടും. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
ഓരോ മനുഷ്യന്റെയും ഇഖ്ലാസ് അനുസരിച്ച് അതിൽ കൂടുതൽ അള്ളാഹ് നൽകും. അപ്പൊ നോക്കി, ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ എല്ലാ ആളുകളും വന്നിരിക്കണ്ട്, ഈ ദർസിൽ ഇരിക്കണ്ട്, ഖുർആൻ പഠിക്കാണ്. എല്ലാ ആളുകൾക്കും ഒരേ കൂലിയാണോ കിട്ടുക? താല്പര്യത്തിനനുസരിച്ച്, നമ്മുടെ മനസ്സിൽ ഇഖ്ലാസിനനുസരിച്ച് നമുക്ക് കൂലി കൂടുതൽ കിട്ടും. അപ്പൊ ഓരോ അക്ഷരത്തിന് എത്ര? 10 കൂലി. ഇവിടെ നോക്കി, ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ കുറെ തുടക്കം കണ്ടല്ലോ. അലിഫ് ലാം മീം, അലിഫ് ലാം റാ, നൂൻ ഹാ മീം, ഖാഫ് ഹാ യാ ഐൻ സ്വാദ്, ഇങ്ങനെ കുറെ കണ്ടിട്ടില്ലേ? ഇതിന് പറയുന്ന പേരെന്താ? ആരോ പറയുന്നുണ്ട്, ഹുറൂഫുൽ മുഖത്തഅ എന്നുള്ളത്. എന്താണ് ഹുറൂഫുൽ മുഖത്തഅ അഥവാ കേവലാക്ഷരം? എന്താണ് ഹുറൂഫുൻ? ഹർഫ് എന്ന് പറഞ്ഞാല് അക്ഷരം, ഹുറൂഫ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ. ഹുറൂഫുൽ മുഖത്തഅ കേവലാക്ഷരം. ക്ലിയർ അല്ലേ? എന്താണെന്ന് പറയും. ഇതിനെന്താ പറയുന്ന പേരെന്താണ്? ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ പിന്നെ 29 സൂറത്തുകളുണ്ട് ഇങ്ങനെ തുടങ്ങണം. എത്ര? 29 സൂറത്തുകളും തുടങ്ങുന്നത് എങ്ങനെയാണ്? ഈ ഹുറൂഫുൽ മുഖത്തഅ കേവല അക്ഷരങ്ങൾ വെച്ചിട്ടാണ്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഒന്ന് പറഞ്ഞില്ലേ, അലിഫ് ലാം മീം, അലിഫ് ലാം റാ, ഹാ മീം, നൂൻ ഖാഫ് യാസീൻ, ഇങ്ങനെ ഇല്ലേ? അത് ഏകദേശം 29 സൂറത്തുകളാണ്. ഇതിലെ ഈ 29 സൂറത്തുകളെയും അക്ഷരങ്ങൾ കൂട്ടിയാൽ 14 അക്ഷരങ്ങളാണ്. 14 മൊത്തത്തിൽ എത്ര അക്ഷരങ്ങളാണ്? 14 അക്ഷരങ്ങളാണ് ഹുറൂഫുൽ മുഖത്തഅയായിട്ട് വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് അക്ഷരങ്ങള്? അത് ചേർത്ത് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, നസ്സുൻ ഹഖീമുൻ ഖാതിഉൻ ലഹു സിർറുൻ. അഥവാ ആ 14 അക്ഷരങ്ങളും ഈ വാക്കിലുണ്ട്. നസ്സുൻ ഹഖീമുൻ ഖാതിഉൻ ലഹു. ഇതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അഥവാ ഈ വാക്കുകളെല്ലാം പാടെ എന്ത് ചെയ്തിക്കാണ്? ചേർത്തി പറഞ്ഞു. നസ്സുൻ ഹഖീമുൻ ഖാതിഉൻ ലഹു സിർറുൻ. അഥവാ ഇത് ഈ വാക്കിന്റെ പ്രത്യേകത എന്താണ്? ഖുർആനിൽ വന്ന ഹുറൂഫുൽ മുഖത്തയായിട്ട് വന്ന എല്ലാ അക്ഷരങ്ങളും ഈ ഒരൊറ്റ സെന്റൻസിലുണ്ട്. അതാരാ പറഞ്ഞത്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയാണ് പറഞ്ഞത്. അപ്പൊ നോക്കി, എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ഇങ്ങനെ വരുന്ന ഓരോ അക്ഷരങ്ങൾക്ക് ഖുർആനിലെ ഓരോ വാക്കിനും ഓരോ അർത്ഥങ്ങളില്ലേ? ഇപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്താ അൽഹംദു? സർവസ്തുതിയും ലില്ലാഹി, അല്ലാഹുവിനാണ്. ആരാണ് അല്ലാഹു? റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവാണ്. ലോകരുടെ രക്ഷിതാവാണ്. അപ്പൊ എല്ലാ വാക്കിനും അർത്ഥം ഉണ്ടല്ലോ. എന്നാൽ ഈ ഹുറൂഫുൽ മുഖത്തയുടെ അലിഫ് ലാം റാ, അലിഫ് ലാം മീം, ത്വാ സീൻ മീം, ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്താ? ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പോലുള്ള ആളുകൾ പറഞ്ഞു ഇതിന് പ്രത്യേകം എന്തില്ല, അർത്ഥമല്ല. പിന്നെ എന്തിനാണ് അള്ളാഹു ഇങ്ങനെ കൊണ്ടുവന്നത്? വെറുതെ കൊണ്ടുവന്നാണോ? വിശുദ്ധ ഖുർആനിൽ വെറുതെ കൊണ്ടുവരില്ലല്ലോ. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പോലെയുള്ള പണ്ഡിതന്മാര് പറയാണ്, ഇത് അള്ളാഹുവിന്റെ ഒരു വെല്ലുവിളിയാണ്. അഥവാ ഈ ഖുർആൻ ഇറങ്ങുന്നത് ആർക്കാണ്? അറബികൾക്കാണ്. അറബി സാഹിത്യത്തിലെ സമ്രാട്ടായി ജീവിച്ചിരുന്ന അഗ്രഗണ്യനായ കവികൾ ജീവിച്ചിരുന്ന ആളുകൾക്കിടയിലേക്കാണ് അള്ളാഹു ഇറക്കണത്, ഖുർആൻ ഇറക്കണത്. അപ്പൊ അവർക്കറിയുന്ന ആണ്, അവർക്കറിയുന്ന സീനാണ്, അവർക്കറിയുന്ന മീമാണ്, അവർക്കറിയുന്ന അലിഫാണ്, അവർക്കറിയുന്ന ലാമാണ്, അവർക്കറിയുന്ന മീമാണ്. എന്നിട്ട് അള്ളാഹ് പറയണേ ഇതേപോലെ ഒരു ഖുർആൻ കൊണ്ടുവരും. പക്ഷെ അവർക്ക് കഴിഞ്ഞില്ല. ഇങ്ങനെയെങ്കിലും ഒരു സൂറത്ത് ഒരു ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞ് അവർക്ക് കഴിഞ്ഞില്ല. ഒരു 10 സൂറത്ത് കഴിഞ്ഞില്ല. ഒരു സൂറത്ത് അവർക്ക് കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു ഹുറൂഫുൽ മുഖത്തഅയെങ്കിലും ഒന്ന് കൊണ്ടുവരും. അതിനവർക്ക് എന്ത് ചെയ്തില്ല, കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പൊ ഖുർആനിന്റെ വെല്ലുവിളിയാണ് ഇത്. നമുക്ക് ഒന്നും കൂടി, ഈ സൂറത്തിന്റെ പേരെന്താണ്? സൂറത്ത്, നീ നോക്കാതെ പറയണേ, സൂറത്ത് ശുഅറ. ഇനി കൈപൊക്കിട്ട് ഉത്തരം പറയണേ. ഞാൻ ഇന്ന ആള് പറയാൻ ഞാൻ പറയാം, പേടിക്കണ്ട. നിങ്ങൾക്ക് ആർക്കും കൈപൊക്കാം. എന്റെ ഒരു ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യില്ല, ഇന്ന ആള് എന്നുള്ളത് ഞാൻ ഒരിക്കലും പറയില്ല ഇൻഷാ അല്ലാഹ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ കൈവെക്കാം. ഈ സൂറത്ത് ആരും എന്ത് ചെയ്യരുത്, വിളിച്ചു പറയരുത്. മക്കിയാണോ മദനിയാണോ? കൈ പൊക്കിയിട്ട് ഉത്തരം പറയാം. ആയി വബാറക്കല്ലാഹ് പറയും. 4 ആയത്ത് മദനിയും ബാക്കിയുള്ളതൊക്കെ. അപ്പൊ ശരി, എന്താ മക്കിയെ എന്താ മദനിയെ?
കൈ പൊക്കിട്ടത് അവിടെ കൈ പൊക്കി ആ അയ്യോ ബാറക്കല്ലാ. ഇജറക്ക് മുമ്പുള്ളത് മക്കിയ, ഇജറക്ക് ശേഷമുള്ളത് മദനിയ. ഈ സൂറത്തിൽ എത്ര ആയത്തുണ്ട്? കൈ പൊക്കിട്ട് എനിക്ക് കൈ പൊക്കിയാലേ കാണുള്ളൂ. 227. എത്ര? 227. ശരി, ഈ സൂറത്ത് തുടങ്ങണത് എന്ത് വെച്ചിട്ടാണ്? നിങ്ങള് അല്ല ചാൻസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ആരും പറയില്ല എന്താ ഹുറൂഫുൽ മുഖത്ത. ഇങ്ങനെ ഹുറൂഫുൽ മുഖത്ത പറയുന്ന എത്ര സൂറത്തുകളുണ്ട്? 29. ഈ 29 സൂറത്തിലെയും അക്ഷരങ്ങൾ ചേർത്തി പറഞ്ഞാൽ എത്ര അക്ഷരമുണ്ട്? 14. ഇതിനെല്ലാം പാടെ ചേർത്തിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഒരു വാക്ക് പറഞ്ഞു. എന്താണ്? നസ്സുൻ ഹഖീബുൻ ഖാതിഉൻ ലഹു സിർറുൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ പ്രത്യേക അർത്ഥം ഉണ്ടോ? പ്രത്യേക അർത്ഥമല്ല. പക്ഷെ പിന്നെ ഇതിന് അള്ളാഹ് വെറുതെ ഖുർആൻ കൊണ്ടുവന്നാണോ? അല്ല. പക്ഷെ അള്ളാഹു ഇത് പറയാനുള്ള കാരണം എന്താണ്? അത് അള്ളാഹുവിന്റെ ഒരു വെല്ലുവിളിയാണ്. നോക്കി ഇവിടെ പിന്നെ അത്ര മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ബാക്കി ഞാൻ ക്ലാസ്സിൽ ഒരു 1-2 ആയത്തൊക്കെ എടുക്കുള്ളൂ കേട്ടോ. ഇപ്പൊ ഇന്ന് സാധാരണ പറയുന്ന വിഷയങ്ങൾ അതൊന്നും. ഇതെന്ന് പറയാനുള്ള കാരണം ഫസ്റ്റ് ക്ലാസ് ആണ്. പിശാജ് എന്ത് ചെയ്യും? ഒരു ക്ലാസ് കഴിഞ്ഞാൽ 2-3 ക്ലാസ്സിനൊക്കെ വളരെ താല്പര്യത്തിൽ പോകും. പിന്നെ പിശാജ് നമ്മളെ പിടിക്കും. എന്തിനാ വെറുതെ ഇങ്ങനെ പോയിട്ട് അതൊക്കെ കേൾക്കണത്? അപ്പൊ നമ്മളെ പുറകോട്ട് വലിപ്പിക്കാനാണ് പിശാജ് ശ്രമിക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഹദീസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവന് മതപരമായ വിഷയത്തിൽ പാണ്ഡിത്യം നൽകും. മയ്യിരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അറിവിൽ എന്ത് ചെയ്യും? മത മേഖലയിൽ പാണ്ഡിത്യം കൊടുക്കും. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിക്കണില്ലെങ്കിലോ അവനെ ദീനിന്റെ മേഖലയിൽ നിന്ന് അള്ളാഹു തെറ്റിച്ചു കൊണ്ടുപോകും. അപ്പൊ നോക്കി, അറിവ് പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റി നമുക്ക് ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് സകാഉൻ, ബുദ്ധി, ഹിർസുൻ, താല്പര്യം. എനിക്ക് താല്പര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ സൂറത്ത് ശൂറാ മുഴുവനായിട്ട് പഠിക്കും. പഠിച്ചാൽ മാത്രം പോരാ, അർത്ഥം പഠിച്ചാൽ പോരാ, ഹിഫ്ളാക്കണം. അത് ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി അവസാനം ഒരു 10 മിനിറ്റ് അതിനു വേണ്ടി മാറിയിരിക്കാം. നിർബന്ധമായിട്ട് നിങ്ങൾ ചൊല്ലണം എന്നല്ല, താല്പര്യമുള്ള ആളുകൾക്ക് എനിക്ക് ചൊല്ലിത്തരാം. അതിലെ തജ്വീദിന്റെ വിഷയങ്ങളൊക്കെ തിരിച്ചു തരാം. ഓക്കെ, ഒരു 10 മിനിറ്റ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഇപ്പൊ ഇന്നത് പഠിച്ചില്ല. എന്താണ്? അടുത്ത ആഴ്ച അത് ചൊല്ലി തന്നാൽ മതി. പിന്നെ അടുത്ത ആയത്ത് എടുക്കുന്ന സമയത്ത് അതിന് ശേഷമുള്ള ആഴ്ച ചൊല്ലിത്തരിക. അപ്പൊ ഈ സൂറത്ത് പൂർത്തീകരിക്കുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം? ഈ സൂറത്ത് ശൂറായിലെ 227 ആയത്തും നമുക്ക് മനപ്പാടാക്കാൻ കഴിയും. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ഒരു വിഷയം എന്ത് ചെയ്യുക? നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മള് പിന്നെ അപ്പൊ നോക്കി താല്പര്യമാണ് ഇജ്തിഹാദുൻ, പരിശ്രമം. തിങ്കളാഴ്ച ഇശാ നിസ്കാരത്തിന് ശേഷം ഒരു 40 മിനിറ്റ്. അപ്പൊ നോക്കി 8:30 തുടങ്ങി 9:10, ഒരു 40-45 മിനിറ്റ്. അതിന് വേറെ എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ ഈ ഖുർആൻ പഠിക്കാൻ വേണ്ടി മാറ്റിയിരിക്കും. നോക്കി, ആഴ്ചയിൽ 168 മണിക്കൂറുണ്ട്. ഒരു മണിക്കൂർ പോലും വേണ്ട, വേറെ ഒരു 3/4 മണിക്കൂർ ഞാൻ ഖുർആൻ പഠിക്കാൻ മാറ്റി. ബാക്കി 167 മണിക്കൂറും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കാം. 1 മണിക്കൂർ, ഒരു 45 മിനിറ്റ് ഞാൻ പഠിക്കാൻ മാറിയിരിക്കും. ഫസ്റ്റ് തന്നെ ക്ലാസ് തുടങ്ങണ ആദ്യത്തെ ആഴ്ച തന്നെ നമുക്ക് പിന്നെ നിയത്ത് വെക്കാൻ കഴിയണം. ബുൽഗത്തുൻ, ഒരു സ്വയം പര്യാപ്തത. വസുഹ്ബത്തു ഉസ്താദിന്, ഉസ്താദിന്റെ കൂടെ തൂലുൽ സമാൻ, സുദീർഘമായ കാലം ഞാൻ പഠിക്കും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട്, ഇലാ മത്താ തത്ലുബുൽ ഇൽം, നിങ്ങൾ എത്ര വരെ അറിവ് പഠിക്കും? അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചെന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കണത് വരെ ഞാൻ വിദ്യാർത്ഥിയാണ്. ഇറാഖിലെ ചെറിയ കുട്ടികളുടെ കൂടെ ദർസിലേക്ക് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി ഓടുകയാണ് ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആളുകൾ ചോദിക്കണ്ട, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, നിങ്ങൾക്ക് നാണല്ലേ? നിങ്ങൾ ലോകം അറിയപ്പെട്ട പണ്ഡിതനാണ്. മുസ്നദ് അഹ്മദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് നിങ്ങൾ. ഇന്ന് ലോകം ഒറ്റുനോക്കുന്ന പണ്ഡിതനാണ് നിങ്ങൾ. എന്നിട്ട് ചെറിയ കുട്ടികളെ പോലെ ദീനി ക്ലാസ്സിലേക്ക് പോവുകയാണോ? അപ്പൊ അദ്ദേഹം പറയാണ്, എനിക്ക് മടിയില്ല ദീന് പഠിക്കാൻ. അള്ളാന്റെ ദീൻ ആരിൽ നിന്നാണോ കിട്ടണത് അവിടെ പോയിട്ട് ഞാൻ പഠിക്കും. അതിൽ എനിക്കൊരു മടിയില്ല, എനിക്ക് ലജ്ജല്ല എന്ന് പറഞ്ഞ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിന്റെ പിൻഗാമികളാണ് നമ്മൾ. റഹ്മാനായ റബ്ബ് ദീന് പഠിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ആദ്യം ഒരാമുഖമായിട്ട് ഈ പണ്ഡിതന്മാരുടെ ഒക്കെ ചരിത്രം പറഞ്ഞത്, അവരൊക്കെ അനുഭവിച്ച ദീനി രംഗത്തെ പ്രയാസത്തിന്റെ ഒരു അംശം പോലും നമ്മളൊന്നും അനുഭവിക്കണില്ല. പറയുന്ന ഞാൻ ഇതിനെ കുറിച്ച് ആലോചിക്കുക, എനിക്കൊക്കെ എന്താ പ്രയാസം. നമ്മൾ എപ്പോഴും ആലോചിക്കുക, ഒരു ദിവസം കടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ അറിവ്, ഒരു പുതിയ അറിവ് ഞാൻ പഠിക്കും.
ഉറങ്ങണതിന് മുമ്പായിട്ട് അങ്ങനെ തീരുമാനിച്ചു നോക്കാണേ എത്ര അറിവ് നമുക്ക് നേടാം. റഹ്മാനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവ് പഠിച്ചാൽ മാത്രം പോരാ, ആ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം. അള്ളാഹിനെ ഭയപ്പെടാൻ കഴിയണം, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം. റഹ്മാനായ റബ്ബ് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്കും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ നന്മകളെല്ലാം സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഹിദായത്തോടു കൂടി മരിക്കാനുള്ള തൗഫീക്കും റഹ്മാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് നെറ്റിത്തടം വിയർത്തുകൊണ്ട് മരിക്കാനുള്ള തൗഫീക്കും റഹ്മാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അള്ളാന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ റസൂലുള്ളാഹിന്റെ കൂടെ അള്ളാഹിനെ കാണുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലും അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിൽ കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന സ്വാലിഹായ മക്കളാക്കിക്കൊണ്ട് മാറ്റുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.